ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സീറ്റ് ലൂബി നമ്മുടെ നാട്ടിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ 2-3 വെറൈറ്റി സീറ്റ് ലൂബികളുണ്ട്. അതിലൊരു സീറ്റ് ലൂബിയിൽ ഇപ്പോൾ ഫ്രൂട്ട് പാകമായിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സീറ്റ് ലൂബി പൊട്ടിച്ചെടുക്കാം. കവറൊക്കെ ഇട്ടൊന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ലൂബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നിറയെ ഇതിലുണ്ടാവും എന്നുള്ളതാണ്. നിറയെ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇങ്ങനെ കൊല പോലെ ഉണ്ടാവും. അതുപോലെ ഇവിടെയും കൊല പോലെ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ കവറിട്ടിരിക്കുകയാണ്. ഒരു രൂപ ഞാൻ പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചു. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് സീറ്റ് ലൂബിയുടെ വെയിറ്റ് ഒന്ന് നോക്കാം. ഉണക്കാം. അപ്പോൾ 0. നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നോക്കാം. 12 ഗ്രാം ഉണ്ട്. ഈ സെറ്റിലൂടെ വെയിറ്റ് 12 ഗ്രാമാണ്. നമുക്കിതിൻ്റെ സൈസ് കോയിൻ വെച്ചൊന്ന് അളന്ന് നോക്കാം. 2 രൂപയുടെ ഒരു കോയിനാണ് ഇത്. നല്ല ഹാൻഡ് വാഷൊക്കെ വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിൽ നമ്മളിത് വയ്ക്കുമ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ സൈസ് കണ്ടോ? ഇതാണ് ഈ സീറ്റ് ലൂബിയുടെ വലിപ്പം. ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു ഈ സാധനം, മരമുന്തിരി. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ സൈസും ഇതിൻ്റെ വെയിറ്റും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. മരമുന്തിരി കണ്ടോ, റെഡ് ഹൈബ്രിഡ് എന്നുള്ള ഇനമാണ്. ഇനി നമുക്ക് മരമുന്തിരിയുടെ വെയിറ്റ് നോക്കാം. 8 ഗ്രാം ഉണ്ട് മരമുന്തിരി 8 ഗ്രാം. ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് 8 ഗ്രാം. ഇനി സൈസും അതുപോലെ ഇതിൻ്റെ ടേസ്റ്റുമാണ് നമുക്ക് നോക്കേണ്ടത്. സീറ്റ് ലൂബി അപേക്ഷിച്ച് ഈ മരമുന്തിരിയുടെ ഫ്രൂട്ട് സൈസ് വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സീറ്റ് ലൂബി ഇത് കംപ്ലീറ്റ് കവർ ചെയ്തിരുന്നു, എന്നാൽ ഇത് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം സീറ്റ് ലൂബിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. സീറ്റ് ലൂബി കട്ട് ചെയ്യുക. നല്ല സ്മൂത്തായിട്ട് പോരുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തു. കണ്ടോ, അതിൻ്റെ ഉൾവശം കണ്ടോ, പ്ലം പോലെ ഇരിക്കുന്നുണ്ട്. അതുപോലെ സീഡില്ല. ചെറിയ സീഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല കളറുണ്ട്. കണ്ടോ, ഒരു പ്ലംബിൻ്റെ പ്രതീതിയുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റാണ് നോക്കേണ്ടത്. ഇതെൻ്റെ ക്യാറ്റ് ഐ ഫ്രൂട്ടാണ്, നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ലൂബി കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് നോക്കേണ്ടത്. നല്ല അടിപൊളി മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. കംപ്ലീറ്റ് ഫ്രൂട്ട് നമുക്ക് കഴിക്കാം. ഫുൾ ഫ്ലഷാണ്. അതുപോലെ ഒരു പ്ലം കഴിക്കുന്ന ഒരു ചെറിയൊരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മരമുന്തിരി കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്യാനൊക്കെ നല്ല സ്മൂത്താണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടോ, സീഡുണ്ട്, 2 സീഡുണ്ട്. ഈ സീഡിൻ്റെ വെയിറ്റാണ് ഇതിൻ്റെ ഈ 8 ഗ്രാം കാണിക്കുന്നത്. നമ്മൾ സീറ്റ് ലൂബി 13 ഗ്രാം വെയിറ്റ് കാണിച്ചുള്ളൂവെങ്കിലും അതിൻ്റെ ഫ്ലഷ് നമുക്ക് കംപ്ലീറ്റ് കഴിക്കാൻ പറ്റും. മരമുന്തിരി ഒന്ന് കഴിക്കാൻ പോവാം. ഫ്ലഷിന് മധുരം ഉണ്ടെങ്കിലും വളരെ കുറച്ച് ഫ്ലഷേ ഉള്ളൂ. അതെ, ഫ്ലഷ് തീരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫ്രൂട്ടിൽ 2 സീഡുണ്ട്. ഈ സീഡിൻ്റെ വലിപ്പമാണ് ആ പഴത്തിനുണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും സീറ്റ് ലൂബി തന്നെയാണ് മികച്ചത്. പിന്നെ ഓരോ ഫ്രൂട്ടിനും അതിൻ്റേതായിട്ടുള്ള ഒരു മെച്ചമുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിറയെ സീഡാണ്, ചെറിയൊരു ഫ്ലഷേ നമുക്ക് കിട്ടുന്നുള്ളൂ. എനിക്കിവിടെ 3-4 വെറൈറ്റി ലൂബികളുണ്ട്. ഈ ലൂബി ഏകദേശം ഒരു 2 വർഷം പ്രായമായ ലൂബിയാണ്. എനിക്കിവിടെയുള്ള ലൂബികളിൽ ഈ ലൂബിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും. മഴക്കാലത്തും കാര്യമായ കൊഴിച്ചിലില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുക. മറ്റ് ലൂബികളൊക്കെ വലിയ പ്ലാന്റുകളായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിപ്പോയപ്പോൾ ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഫ്രൂട്ടുകളൊക്കെ വലയിട്ടോ കവറുകളിട്ടോ സംരക്ഷിക്കാൻ എളുപ്പമാണ്. ഹൈറ്റ് വെച്ച് പോകുന്നില്ല, ഇതിങ്ങനെ പടർന്നു പോവുകയാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇതുപോലെ കൊല പോലെ ഒരു പ്ലാന്റ് ഞാൻ കണ്ടിട്ടില്ല. കൊല പോലെ ഉണ്ടാകുന്നത് ഇതിന് നല്ല കളറിലേക്ക് വരുമ്പോൾ കടും മധുര. ഇതിങ്ങനെ ഈ കളറിൽ നിന്ന് പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും. പിന്നെ നല്ല കാവെടുത്താണ്. ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞ് രണ്ടാമത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മഴക്കാലത്തും നല്ല മധുരം ഉണ്ടായിരുന്നു, കാവെടുത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിങ്ങനെ പുതിയ പൂക്കളും അതുപോലെ പുതിയ ഫ്രൂട്ടുകളും വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നോൺ സ്റ്റോപ്പിംഗ് ആയിട്ട് ഇങ്ങനെ പുതിയത് വരിക, ഫ്ലവർ ചെയ്യുക, വീണ്ടും കായകളുണ്ടായി താഴെ ഉണ്ടായി കിടക്കുന്നതാണ് കൊല പോലെ. ഇത് കണ്ടില്ല, മുന്തിരിക്കൊല പോലെ ഇങ്ങനെ നിറയെ ഉണ്ടാവുകയാണ്. കമ്പെടുക്കാനായിട്ട് പോലും കഴിയാത്ത രീതിയിൽ ഇങ്ങനെ എല്ലാ കമ്പുകളിലും നിറയെ ഫ്രൂട്ടുണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ മറ്റൊരു ലൂബിയിലും കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ലൂബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ തൊലിയും കഴിക്കാം, സീഡും കഴിക്കാം. നമ്മുടെ വീടുകളിൽ നമ്മൾ വെക്കേണ്ട ഒരു പ്ലാന്റാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. മഴ സമയത്തും ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്രൂട്ടുകൾ കൊഴിഞ്ഞു പോകുന്നില്ല. ഇതെൻ്റെ മറ്റൊരു ലൂബിയാണ്. ഇതിങ്ങനെ പ്ലാന്റ് വലുതായിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് തവണ ഇത് ഫ്ലവർ ചെയ്തു, കുറച്ച് ഫ്രൂട്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ വലിപ്പം വെച്ച് മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ലൂബി എനിക്കുണ്ട്, അതും ഈ രീതിയിൽ ഇങ്ങനെ ഹൈറ്റ് വെച്ച് ഇങ്ങനെ വലിയ പ്ലാന്റായിട്ട് പോവുകയാണ്. കാവെടുത്തമൊക്കെ കുറവാണ്. ഇപ്പം എന്തുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് സീഡ് ലൂബി. നമ്മുടെ വീടുകളിൽ വെക്കേണ്ട ഒരു പ്ലാന്റാണ്. നല്ല ടേസ്റ്റും മധുരമുണ്ട്, നല്ല കാവെടുത്തമുണ്ട്, നല്ല കൊലയായിട്ടുണ്ടാകും. മരമുന്തിരി പോലെ നമുക്ക് അതിൻ്റെ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല. സീഡ് വളരെ ചെറുതാണ്, നമുക്ക് കഴിക്കാവുന്നതാണ്, ടേസ്റ്റ് ഉണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ സീഡ് ലൂബി വീടുകളിൽ വെക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ഇനങ്ങൾ, ഇത് ഞാൻ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. പൊതുവെ സീഡ് ലൂബി മണ്ണിൽ വെക്കുന്നതാണ് നല്ലത്. അസിഡിറ്റി ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റാണ്, അത് ഞാൻ മുമ്പ് വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചിട്ട് കൊടുക്കും. ഉച്ചവരെയുള്ള വെയിലൊക്കെ മതി ഇതിന്. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിലോ എപ്പോഴെങ്കിലും സമയത്ത് വെയിൽ കിട്ടിയാലും ഇതിന് നന്നായിട്ട് ഫ്രൂട്ടുകളുണ്ടാവും. ഒരു പ്ലാന്റ് എല്ലാവരും നടുക, നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ഇനമാണിത്. നമ്മുടെ വീടുകളിൽ മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു പ്ലാന്റാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പാകിസ്ഥാൻ ലെമണാണ്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ ഇത് പ്ലാന്റ് ചെയ്തിട്ട് ഒരു വർഷത്തിൽ താഴെയാകുന്നുള്ളൂ. രണ്ടാമത്തെ തവണയാണ് ഇതിൽ ചെറുനാരങ്ങ ഇതിൻ്റെ അകത്ത് ലെമൺ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ തവണ നമുക്ക് 13ഓളം ലെമൺ കിട്ടി. അതിന് ശേഷം ഇപ്പോൾ ഇതിൽ വീണ്ടും അടുത്ത ഫ്ലവറിങ് നടന്ന് കായ മൂപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതിൽ 1, 3, 6, 9, 10, 12, 14, 16, ഏകദേശം 16ഓളം കായകൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. നല്ല കാവെടുത്തമുണ്ട്, ഫ്ലവർ ചെയ്യുന്ന മിക്ക പൂക്കളും പിടിച്ചു കിട്ടും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു ഇനമാണ് ഈ പാകിസ്ഥാൻ ലെമൺ. മാത്രമല്ല ഇത് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ നിൽക്കും, വലിയ മരമൊന്നും ആകത്തില്ല. എപ്പോഴും ഫ്രൂട്ടുള്ളതുകൊണ്ട് പ്ലാന്റിൻ്റെ വളർച്ച വലിയ രീതിയിൽ വരുന്നില്ല. അതുപോലെ മുള്ളില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ടേസ്റ്റും ഞാൻ കഴിച്ചിട്ട് നല്ലതായിരുന്നു. നമുക്ക് മൂത്ത ഒരെണ്ണം ഇന്നും പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും വെക്കേണ്ട ഒരു പ്ലാന്റാണിത്. പാകിസ്ഥാൻ ലെമണിൽ നിന്ന് ഒരെണ്ണം ഞാൻ പൊട്ടിക്കുകയാണ്. പാകിസ്ഥാൻ ലെമൺ നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചെടുത്തു. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. പാകിസ്ഥാൻ ലെമൺ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് നല്ല മഞ്ഞ കളറാവും, സ്കിന്ന് കംപ്ലീറ്റ് മഞ്ഞ കളറാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിന്നിന് തീരെ കട്ടിയില്ല, നല്ല ജ്യൂസിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം. പഴുക്കുമ്പോൾ സ്കിന്നിന് ഒട്ടും കട്ടിയില്ല, കണ്ടില്ലേ, ചാറിങ്ങനെ ഒഴുകുക, കണ്ടില്ലേ, നല്ല ജ്യൂസിയാണ്. പാകിസ്ഥാൻ ലെമൺ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയാണ്. നല്ല പ്രത്യേക ഒരു ഫ്ലേവറാണ്, നല്ല ഫ്ലേവർ, നല്ല പുളിയുണ്ട്. ഇങ്ങനെ വെറുതെ കഴിക്കാൻ തോന്നും. സ്കിന്നിന് തീരെ കട്ടി കുറവാണ്, നല്ല ജ്യൂസിയാണ്.